ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് അടിപൊളി മുളകിട്ടൊരു മീൻ കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഗ്യാസ് നമുക്ക് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചതിന് ശേഷം മൺചട്ടി വെക്കുക. മൺചട്ടി നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പച്ച ഉലുവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കടുകും കൂടി നമുക്കിടാം. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊരു ബ്രൗൺ ഷെയ്ഡാകുമ്പോഴേക്കും നമുക്കതിലേക്ക് തീ കുറച്ച് നമുക്ക് പൊടികൾ ചേർക്കാം. അതിനായിട്ട് നമുക്ക് നല്ല കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴേക്കും നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞളിട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കതിൻ്റെ പച്ചമണം മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം കുതിർത്ത് വെച്ച പുളിവെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അത് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻ കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി നമ്മുടെ കേരമീൻ കഷ്ണം നമുക്ക് അരപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതായിട്ട് ഇളക്കി അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മീൻ കറി നന്നായിട്ട് വെന്ത് ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി അടച്ച് വെച്ച് ഒന്ന് പറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി നല്ലതായിട്ട് പറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മുടെ സ്വാദിഷ്ടമായ മീൻ കറി റെഡിയായി.